ക്രൈസ്റ്റിലെ ലൈഫാണ് ഒരു സ്പീക്കറാക്കി മാറ്റിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രൊഫഷണലിലേക്ക് പോകും. ആ പ്രൊഫഷണലിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണല്ലോ പിന്നീട് RJ ആയിട്ടും സ്പീക്കറായിട്ടും ഒക്കെ വരുന്നത്. ആ ഒരു ഫേസ് എങ്ങനെയാണ്? ഞാൻ MBA പഠിക്കുമ്പോൾ ഞാൻ MBA തോറ്റ് സപ്ലൈ ഉള്ള ഒരാളാണ്. പക്ഷേ ആ സമയത്ത് MG യൂണിവേഴ്സിറ്റി RD സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാത്തതുകൊണ്ട് ഇൻ്റർവ്യൂവിന് വന്നൊരു സർട്ടിഫിക്കറ്റ് വെച്ചപ്പോൾ ആർക്കും കൊടുക്കാനില്ല. അപ്പോൾ എല്ലാവരും ഇരുന്നു, കൂട്ടത്തിൽ ഞാനും ഇരുന്നു. എന്നെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് അവർ അറിയുന്നത് ഞാൻ ഓൾറെഡി തോറ്റ ഒരാളാണ്, ഇന്റേണൽ പോലും പാസ്സായിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ക്രൈസിസ് ഒക്കെ ആയി. പക്ഷേ അവിടുത്തെ കാൻകോർ എന്ന് പറയുന്ന കമ്പനി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നീ എഴുതിയെടുക്കൂല്ലേ രണ്ടാമത് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ടീമിലേക്ക് എടുത്തു. എന്നെ ചൈനയിലേക്കാണ് വിട്ടത്. അവിടെ ഒരു സ്പൈസസിൻ്റെ എക്സ്ട്രാക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. അവിടെ ചെന്ന സമയത്ത് ലക്ഷറി ലൈഫാണ്. എനിക്ക് നാട്ടിലും സാലറി ഉണ്ട്, ചൈനീസ് സാലറി ഉണ്ട്, അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം, ഞാനൊരു ബോറടിച്ചപ്പോൾ ഒരു ബ്ലോഗ് സൈറ്റ് തുടങ്ങി എഴുതി. ബറീഡ് തോട്ട്സ് എന്നാണ് ഞാൻ ആ സൈറ്റിനിട്ട പേര്, എൻ്റെ ബ്ലോഗിനിട്ട പേര്. അന്നുണ്ടായ അനുഭവം എഴുതി കുറേ പേർക്ക് അയച്ചു കൊടുക്കണം. നല്ല രസം, നീ ഇനി എഴുതണമെന്ന് പറഞ്ഞു. അതാണ് എഴുത്തിൻ്റെ തുടക്കം. അങ്ങനെ ഈ 40 ബ്ലോഗുകളിൽ നിന്നൊരു 10-30 ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഇറക്കിയതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം ബറീഡ് തോട്ട്സ്. അത് സെൽഫ് പബ്ലിഷ്ഡ് ആണ്, ഞാൻ പൈസ കൊടുത്ത് ഇറക്കിയതാണ്. അത് എത്ര 100 കോപ്പിക്ക് വിറ്റ് പോകുന്നൊരു സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോലിയും പഠിത്തിരിക്കുമ്പോൾ ഞാൻ ജോലി അങ്ങ് രാജിവെച്ചു. പൊട്ട ഡിസിഷനാണ് നോക്കി. അന്നേരം ജോലി രാജിവെക്കുമ്പോൾ അടുത്തത് എന്ത് ഇല്ല, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്ക് മാസം 75,000 രൂപ സാലറി ഉണ്ടായിരുന്നു 2016. നാട്ടിൽ നിന്ന് പോയി വരാവുന്ന ജോലി, ട്രാവൽ എല്ലാം, മൊബൈൽ, ലാപ്ടോപ്പ് ഒക്കെ ഫ്രീ, എല്ലാ ബില്ലും ഫ്രീ, ലക്ഷറിയസ് ലൈഫ്, ബ്ലെസ്സഡ് ലൈഫ്. പക്ഷെ ആനന്ദം എന്നൊരു സാധനം കിട്ടണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു 2017. അത് നമ്മുടെ നാട്ടിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെടുത്തി ഫേസ്ബുക്കിൽ ഐ ആം ദ ചേഞ്ച് എന്ന് പറഞ്ഞ് ഞാൻ അന്നൊരു സെക്ഷുവാലിറ്റിയെ കുറിച്ചാണ്, ഞാൻ റേപ്പിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആ ഇവന്റിനെ കുറിച്ചോ അതിൻ്റെ പുറകിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെയല്ല. എന്തുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു? അതിനകത്ത് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയേക്കാൾ നാണം കെടേണ്ടത് റേപ്പ് ചെയ്യപ്പെട്ടവനല്ലേ എന്നൊക്കെയുള്ളൊരു രീതിയിലൊരു സാധനം. എനിക്ക് അന്ന് വായിച്ച പുസ്തകങ്ങളും അറിവും വെച്ച് ഞാനൊരു വീഡിയോ ഇട്ടു, ഭയങ്കര വൈറലായി. അഞ്ജലി മേനോൻ ഷെയർ ചെയ്തു, വനിത ഷെയർ ചെയ്തു, മാതൃഭൂമി ടിവിയുടെ അന്നത്തെ ഫേസ്ബുക്ക് പേജ് ഇത് ഷെയർ ചെയ്തു. അങ്ങനെ എനിക്ക് റേഡിയോന്ന് കോൾ വന്നതാണ്, RJ ആവാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണ് RJ. അതെ. നമ്മുടെ വോയിസ് ടെസ്റ്റിന് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു ക്രീ വോയിസ് ആണിത്, ഇത് RJക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ പ്രോഗ്രാമിംഗ് ഹെഡായിട്ടുള്ള ആൾ അതിന് സ്മിത വൈദേഹി എന്നാണ് അവരുടെ പേര്. അവർ പറഞ്ഞു ആളുടെ കോണ്ടന്റ് നല്ലതാണ്, നമുക്ക് കോണ്ടന്റ് വെച്ചൊന്ന് കുറച്ചാൾ ഓടിച്ച് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ എടുത്തതാണ്. എന്നോട് എൻ്റെ ഹെഡ് പറയുന്നത് ഈ ഉള്ളിൽ കൊള്ളുന്ന കഥകൾ പറ, സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട്, അതിനാണ് അതിന് പേരിട്ടത്. ആ ഷോ കൊച്ചിയിൽ ഹിറ്റായി, മെല്ലെ അത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ അത് കോഴിക്കോടായി, ബഹ്റിനിലായി, ഖത്തറിലായി. അങ്ങനെ ഒരു RJ എന്ന നിലയിൽ എന്നെ ടോക്കുകൾക്ക് വിളിക്കാൻ തുടങ്ങി. എൻ്റെ ആദ്യത്തെ പബ്ലിക് ടോക്ക് പോലും വരുന്നത് എന്നെ സെൻറ്റ് തെരേസാസ് കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്. മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച് സംസാരിക്കാനാണ്. എനിക്കതിൽ ഒരു ആണിനെ വിളിക്കാൻ ട്രോളാണോ സ്പാമാണോ പോലും ഞാൻ കരുതിപ്പോയി. പക്ഷെ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞതൊന്ന് വീഡിയോ എടുത്തു. അന്ന് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഇല്ല, കോണ്ടന്റ് കോപ്പിറൈറ്റ്സും ഇല്ല. എല്ലാവരും എടുത്ത് ആ വീഡിയോ ഷെയർ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു പബ്ലിക് സ്പീക്കറായ ആളുകളുടെ മുമ്പിൽ അതിനെനിക്ക് ഇൻവിറ്റേഷൻസ് വരാൻ തുടങ്ങി. ആ തരത്തിൽ നോക്കിയ ഒരു ആക്സിഡന്റൽ സ്പീക്കറാണ്. മൈ ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ കോയിൻസിഡൻസ് ഓഫ് ആക്സിഡൻസ് എന്നാണ്. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല അഭിലാഷ്, ലിറ്ററലി ഒന്നും. ഇപ്പോൾ ഞാനിന്ന് ഇന്റർവ്യൂ തുടങ്ങിയേക്കാളും ഞാൻ അഭിലാഷോട് പറഞ്ഞു, നിങ്ങളാൽ ഇന്റർവ്യൂ ചെയ്യപ്പെടാൻ മാത്രം ഞാൻ അഭിലാഷിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതുമല്ല, ഞാൻ എന്നെ താത്തിക്കെട്ടുന്നതുമല്ല. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന മനുഷ്യരെ എനിക്കറിയാം. നിങ്ങൾ മുമ്പിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആൾ സംഹൗ ഐ ആം ഹിയർ. എനിക്കത് ഒരു സ്യൂഡോ ഹ്യൂമിലിറ്റി പോലും എൻ്റെ ചങ്കി കൊണ്ടാണ് ടച്ച് ചെയ്തിട്ട് ഞാൻ പറയുന്നത് സംഹൗ ഐ ആം ഹിയർ. ഞാൻ അതിൽ വിശ്വസിക്കുന്നു.